നമസ്കാരം. സമയം മലയാളത്തിലേക്ക് എല്ലാ കായിക പ്രേമികൾക്കും സ്വാഗതം. അങ്ങനെ ഇന്ത്യ സിംബാബ്വെയെ തകർത്ത് സെമി പ്രതീക്ഷ നിലനിർത്തിയിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്ക ഇതിനോടകം ഗ്രൂപ്പിൽ നിന്ന് സെമി യോഗ്യത നേടിയെടുത്തു കഴിഞ്ഞു. ഇനി ഇന്ത്യ, വെസ്റ്റ് ഇൻഡീസ് എന്നിവരിൽ ആരാണ് എന്നത് മാത്രമാണ് കണ്ടറിയേണ്ടത്. സിംബാബ്വെ പോര് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആ ആതിഥേയർ എന്ന നിലയിലുള്ള കരുത്ത് കാട്ടി തന്നെ വിജയം നേടിയെടുക്കുകയും ചെയ്തു. 72 റൺസിന്റെ വിജയം എന്നതിലുപരിയായി ഇന്ത്യക്ക് സന്തോഷിക്കാൻ വലിയ വലിയ കാര്യങ്ങൾ നൽകുന്ന ജയമായിരുന്നു അത്. അതിൽ എടുത്തു പറയേണ്ടത് ബാറ്റിംഗ് നിരയുടെ പ്രകടനം തന്നെയാണ്. 256 എന്ന വലിയ സ്കോറിലേക്ക് എത്താൻ ഇന്ത്യക്ക് സാധിച്ചു. അതിന് ഇന്ത്യ സഹായിച്ചത് ടീമിൽ വരുത്തിയ ഒരു പ്രധാന മാറ്റമാണ്. അത് മറ്റൊന്നുമല്ല, സഞ്ജു സാംസണിനെ പ്ലേയിങ് 11ലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 4 മത്സരങ്ങളിൽ, സഞ്ജു സാംസൺ കളിക്കാത്ത 4 മത്സരങ്ങളിൽ ഇന്ത്യയുടെ ഓപ്പണർമാർ ഡെക്കിനാണ് പുറത്തായത്. അഭിഷേക് ശർമ്മ 3 മത്സരത്തിലും ഇഷാൻ കിഷൻ 1 മത്സരത്തിലും 0-ന് പുറത്തായി. വലിയൊരു പ്രതിസന്ധിയാണ് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ നിര നേരിട്ടുകൊണ്ടിരുന്നത്. ഈ സമയത്ത് അതിനുള്ള പരിഹാരം എന്ന നിലയിൽ സഞ്ജു സാംസൺ എന്ന ഉത്തരം മാത്രമേ ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉത്തരം കൃത്യമായിരുന്നു എന്ന് തന്നെ സഞ്ജു സിംബാബ്വെക്കെതിരെ തെളിയിച്ചിരിക്കുകയാണ്. വളരെ നിർണായകമായ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ചെറിയ സ്കോർ എന്ന് പറയാമെങ്കിലും അദ്ദേഹം സൃഷ്ടിച്ചൊരു ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. അടിത്തറ പാകി സഞ്ജു മടങ്ങിയപ്പോൾ പിന്നാലെ എത്തിയവർക്കെല്ലാം അത് ആളിപ്പടരാനുള്ള ഊർജ്ജമായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിൻ്റെ പ്ലേയിങ് 11ലേക്കുള്ള വരവ് ഇന്ത്യയുടെ ടീം കോമ്പിനേഷൻ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് പറയാം. സഞ്ജുവിനെ നേരത്തെ തന്നെ പിന്തുണയ്ക്കേണ്ടിയിരുന്നു എന്ന അഭിപ്രായം ഇതിനോടകം ശക്തമായി ഉയരുന്നുണ്ട്. കാരണം സഞ്ജു സാംസൺ ഓപ്പണിങ്ങിലേക്ക് വന്നതോടുകൂടിയിട്ട് പല പ്രശ്നങ്ങൾക്കും, ഇന്ത്യ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് എതിരാളികൾ പ്രയോഗിച്ചിരുന്ന സ്പിൻ തന്ത്രമാണ്. കാരണം ഇന്ത്യയുടെ ടോപ്പ് 3യിൽ 3 ഇടം കയ്യന്മാരാകുമ്പോൾ എതിരാളികൾ ഓഫ് സ്പിന്നിനെ തുടക്കത്തിലേ കൊണ്ടുവരികയും അത് ഫലപ്രദമായി നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സഞ്ജു സാംസൺ വന്നതോടുകൂടി ഈ പദ്ധതി അവർ പാടെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. സിംബാബ്വെക്കെതിരെ നമുക്കറിയാം, ഓപ്പണിങ്ങിലേക്ക് പേസ് ബൗളർമാരെ തന്നെയാണ് അവർ കൊണ്ടുവന്നത്. സിക്കന്ദർ റാസ് ഉൾപ്പെടെ ഉണ്ടായിട്ടും അവർ അത്തരമൊരു തന്ത്രം പ്രയോഗിക്കാൻ തയ്യാറായില്ല. കാരണം സഞ്ജുവിന് സ്പിന്നിനെതിരെയുള്ള കരുത്ത് എന്താണെന്ന് എതിരാളികൾക്ക് നന്നായി അറിയാം. സഞ്ജു സാംസൺ ഓപ്പണിങ്ങിലേക്ക് വന്നതോടുകൂടിയിട്ട് ഇഷാൻ കിഷൻ 3-ാം നമ്പറിലേക്ക് വന്നു. ഇഷാൻ 3-ാം നമ്പറിലും തിളങ്ങാൻ ശേഷിയുള്ള കളിക്കാരനാണ്. ന്യൂസിലാൻഡ് പരമ്പരയിലൂടെയൊക്കെ നമ്മളത് കണ്ടതാണ്. അത് ഇത്തവണയും സിംബാബ്വെക്കെതിരെ അദ്ദേഹം ആവർത്തിച്ചു. ഇതോടുകൂടിയിട്ട് തിലക് വർമ്മ 3-ാം നമ്പറിൽ മോശം സ്ട്രൈക്ക് റേറ്റിൻ്റെ പേരിൽ പഴി കേട്ടിരുന്ന തിലക് വർമ്മ ഡൗൺ ഓർഡറിലേക്ക് ഇറങ്ങി. അത് 5-ാം നമ്പറിലേക്ക് വരികയും അവിടെ നിർണായകമായ പ്രകടനത്തോടു കൂടി ഇന്ത്യക്കൊരു വലിയ സ്കോറിലേക്ക് എത്തിക്കാൻ അദ്ദേഹം സഹായിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ സഞ്ജു സാംസണിൻ്റെ വരവ് ടീമിൻ്റെ കോമ്പിനേഷനിലും പ്രകടനത്തിലും വലിയ മാറ്റം സൃഷ്ടിച്ചു എന്ന് പറയാം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പുതിയ ആശങ്ക വന്നിരിക്കുകയാണ്. സഞ്ജു സാംസൺ വന്നതോടുകൂടി ബാറ്റിങ്ങിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രശ്നം ബൗളിംഗ് നിരയിലേക്കാണ്. അതായത് സിംബാബ്വെക്കെതിരെ ഇന്ത്യ 72 റൺസിനാണ് വിജയിച്ചത്. ഇന്ത്യയുടെ ബൗളിംഗ് കരുത്ത് നോക്കുമ്പോൾ ഇന്ത്യ ഒരു 100 റൺസിലധികമെങ്കിലും വിജയം നേടേണ്ടിയിരുന്നു എന്നാണ് പൊതുവെ പ്രമുഖരടക്കം വിലയിരുത്തുന്നത്. ഇതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട്. ഹർഷദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി, ഹർദിക് പാണ്ഡ്യ, ഇങ്ങനെ നിരവധി പേരുകെട്ട ബൗളർമാർ കളിക്കുന്ന ഒരു ടീമാണ് ഇന്ത്യ. അക്ഷർ പട്ടേലും തിരിച്ചെത്തിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു 100 റൺസിലധികം വിജയം ഇന്ത്യ അർഹിച്ചിരുന്നു. പക്ഷേ അത് നേടാൻ സാധിക്കാതെ പോയത് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. മത്സരശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യയുടെ ബൗളിംഗ് നിരയുടെ ഒരു പ്രകടനം അദ്ദേഹത്തിന് അത്ര തൃപ്തിയില്ലായിരുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ച് സിംബാബ്വെ കടന്നു, പക്ഷേ സെമി ഉറപ്പിക്കാൻ ആയിട്ടില്ല. അതിന് കാരണം വെസ്റ്റ് ഇൻഡീസ് എന്നൊരു വലിയ വെല്ലുവിളി ഇന്ത്യക്ക് മുന്നിൽ ആയിട്ടുണ്ട്. വെസ്റ്റ് ഇൻഡീസിനെ മറികടക്കണമെങ്കിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. കാരണം നേർക്കണക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം, 4 മത്സരത്തിൽ T20 വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടിയപ്പോൾ 3 തവണയും വിൻഡീസാണ് ജയിച്ചത്. കാരണം അവർ T20യിൽ വളരെ കരുത്തുറ്റ നിര തന്നെയാണ്. ഒരു കാലത്തും അവരെ എഴുതി തള്ളാനും സാധിക്കില്ല. അപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യ ഇറങ്ങുമ്പോൾ പ്ലേയിങ് 11ൽ ഒരു പ്രധാന മാറ്റം സംഭവിക്കാൻ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സ്പിന്നർ ആയ വരുൺ ചക്രവർത്തിയെ ചിലപ്പോൾ ഒരു മത്സരത്തിൽ ഇന്ത്യ പുറത്തിരുത്തുമോ എന്നൊരു സംശയം പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 പ്രധാനപ്പെട്ട മത്സരങ്ങളിലും വരുൺ ചക്രവർത്തിക്ക് പ്രതീക്ഷിച്ചൊരു നിലവാരം കാട്ടാൻ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ വരുണിനെ തിരഞ്ഞുപിടിച്ചവർ ആക്രമിക്കുകയാണ് ഉണ്ടായിരുന്നത്. സിംബാബ്വെക്കെതിരെ വരുമ്പോഴും വരുൺ ചക്രവർത്തി നന്നായി അടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിക്കറ്റുകൾ അദ്ദേഹം നേടി നിർണായക കൂട്ടുകെട്ടുകൾ പൊളിക്കുന്നുണ്ടെങ്കിലും റൺസ് അടങ്ങുന്ന കാര്യത്തിൽ അദ്ദേഹം പിശുക്ക് കാട്ടുന്നില്ല. ഇത് മധ്യ ഓവറുകളിൽ ഇന്ത്യയെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്.
ഇന്ത്യയെ സംബന്ധിച്ച് കുൽദീപ് യാദവിനെ പോലെ ഒരു സ്പെഷ്യലിസ്റ്റ് സീനിയർ ബൗളർ, സ്പിന്നർ ബൗളർ പുറത്തിരിക്കുകയാണ്. ചൈനാമാൻ ബൗളറാണ്. എന്നാൽ വെസ്റ്റ് ഇൻഡീസ് മത്സരം കൊൽക്കത്തയിലാണ് നടക്കുന്നത് എന്ന ഒരു സംഭവം കൂടി ഇതിനകത്ത് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം IPL-ൽ വരുൺ ചക്രവർത്തി കൊൽക്കത്തയുടെ താരമാണ്, കുൽദീപ് യാദവ് മുൻ കൊൽക്കത്ത താരമായിരുന്നു. അതുകൊണ്ട് ഈ രണ്ടുപേർക്കും പിച്ചിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ആ ഒരു സാഹചര്യത്തിൽ ഇവരിൽ ആര് വേണം എന്നുള്ളത് പരിശീലകനായ ഗൗതം ഗംഭീറിൻ്റെ തീരുമാനത്തിനെ അടിസ്ഥാനമാക്കിയായിട്ടാവും ഉണ്ടാവുക. വരുണിനെ നിലനിർത്തുമോ അതോ കുൽദീപ് യാദവിനെ കൊണ്ടുവരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും കൊൽക്കത്തയിലെ ഇടങ്കാളിലെ പിച്ചിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം എല്ലാ കാലത്തും അവകാശപ്പെടാൻ സാധിക്കും. 2018 മുതലുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു മത്സരത്തിൽ പോലും ഇടങ്കാളിൽ തോറ്റിട്ടില്ല. വെസ്റ്റ് ഇൻഡീസിനെതിരെ നേരിട്ട 4 മത്സരത്തിലും അവസാനം നേരിട്ട 4 മത്സരത്തിലും ഇന്ത്യ ആധികാരിക ജയം തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഈ കണക്കുകളൊക്കെ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിലേക്ക് വരുമ്പോൾ ഇത്ര ഒരു മാറ്റം പ്രതീക്ഷിക്കാം. പക്ഷേ അന്തിമ തീരുമാനം ഗൗതം ഗംഭീറിൻ്റെ തന്നെയാണ്. എന്താകും അദ്ദേഹം ആ മാറ്റം വരുത്തുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. ബാറ്റിംഗ് നിരയിൽ എന്തായാലും ഒരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം റിങ്കു സിംഗ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടതിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് വീണ്ടും. ഇതോടുകൂടിയിട്ട് എന്തായാലും റിങ്കു ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. പിന്നെ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വീണ്ടും ക്ലിക്കാകുകയും ഇഷാൻ കിഷൻ 3-ാം നമ്പറിലും തിലക് വർമ്മ 5-ാം നമ്പറിലും ഫോം കണ്ടെത്തുകയും ചെയ്തതിനാൽ തന്നെ ഇനി ബാറ്റിംഗ് നിരയിൽ ഒരു പ്ലേയിങ് ലെവലിലേക്ക് ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇറങ്ങുമ്പോൾ വരുൺ ചക്രവർത്തിക്ക് പകരം കുൽദീപ് യാദവ് സ്പിൻ നിരയിലേക്ക് എത്തുമോ എന്നത് മാത്രമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മറ്റൊരു മാറ്റത്തിനും നിലവിൽ സാധ്യതകളില്ല എന്ന് തന്നെ പറയാം. എന്തായാലും വെസ്റ്റ് ഇൻഡീസ് പരീക്ഷ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കിരീട ഫേവറേറ്റുകളായി എത്തിയ ഇന്ത്യ സെമി കാണാതെ പുറത്തു പോകുക എന്ന് പറയുന്നത് വലിയ നാണക്കേടായി മാറും. കാരണം ഇന്ത്യൻ ടീമിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും പരിശീലകൻ ഗൗതം ഗംഭീറിനെയും അടക്കം ഇന്ത്യ പുറത്താക്കുന്ന രീതിയിലേക്കെല്ലാം കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിന് സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.